നമസ്കാരം. സർക്കാരിനെതിരെ ആരെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ കള്ളക്കേസിൽ കൊടുക്കുക, അകത്താക്കുക, അല്ലെങ്കിൽ മാനം കെടുത്തുക, തല്ലിക്കെടുത്തുക എന്നതൊക്കെ പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണ്. നമുക്കറിയാമല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ നടത്തിയിട്ടുള്ള കോലാഹലം എന്തായിരുന്നു. ഇതിന്റെ അമ്മോ സഹിക്കാൻ പറ്റൂല. അത്രത്തോളം എന്താ പറയാ, വലിയൊരു ജഗ പുകയായിരുന്നു. അയാള് എവിടെയാണ്, അവിടെയാണ്, ഇവിടെയാണ്, കേരളം മുഴുവൻ കോടിക്കണക്കിന് രൂപ മുടക്കി പോലീസുകാരെ ഇറക്കി അങ്ങോട്ട് വരുന്നു. ഏത് വിധേനയും അയാളെ പിടിക്കണം, വിലങ്ങ് വയ്ക്കണം, നടത്തണം. അതായിരുന്നു ഉദ്ദേശം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരനക്കവും ഇല്ല, ഒരു ബഹളമില്ല. അതുപോലെയാണതെ ഇപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. വി.ഡി. സതീശനെ ഏതറ്റം വരെയും എങ്ങനെയും ഒതുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പുനർജനി വീണ്ടും എടുത്തുകൊണ്ട് വന്നത്. വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങി എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ആരോപണം പെരും ആരോപണമാണ്. വി.ഡി. സതീശനെ ഒതുക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ നോക്കി, പക്ഷെ വിജയിച്ചില്ല. എന്നാൽ പിന്നെ ഇനി അടുത്തത് വി.ഡി. സതീശനെ ഒതുക്കിക്കളയാം എന്നുള്ളതാണ് പിണറായി വിചാരിക്കുന്നത്, അല്ലെങ്കിൽ CPM വിചാരിക്കുന്നത്. പണ്ട് ഈ പ്രളയബാധിതർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുനർജനി പദ്ധതി ഉണ്ടായിരുന്നു. പുനർജനി പദ്ധതി, ആ പദ്ധതിക്ക് വിദേശത്ത് നിന്ന് വി.ഡി. സതീശൻ പണം പിരിച്ചു എന്നായിരുന്നു പറഞ്ഞത്. വിദേശത്ത് നിന്ന് പിരിച്ചതിന്റെ കണക്കൊക്കെ പല രീതിയിലാണ് പറയുന്നത്, പക്ഷെ അത്തരത്തിൽ പിരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ വിദേശത്ത് നിന്ന് അത്തരത്തിൽ യാതൊരു പണം വന്നിട്ടില്ല എന്നാണ് കോടതിയിൽ വിജിലൻസ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വടിയാണ് അടിക്കാൻ വേണ്ടിയിട്ട്, ആ പണം വന്നതിന്റെ വടിയാണ് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരത്തെ രാഹുലിനെ ഇറക്കിയതുപോലെ ഇനി അടുത്ത വി.ഡി. സതീശനെ ഇറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പൊ പോയേക്കാണ്. രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ അപമാനം പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുക, അവരെ സമൂഹത്തിൽ നിന്ന് നശിപ്പിക്കുക, അവർക്ക് പറ്റും കേസെടുത്ത് അകത്താക്കുക, ഇതൊക്കെ മാത്രമേ നമ്മളെ സർക്കാരിന് അറിയുള്ളൂ. കഴിഞ്ഞ 10 വർഷം ആ തുടർഭരണത്തിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ, അവരുടെ ഭരണ നേട്ടമോ മറ്റു കാര്യങ്ങളോ 10 വർഷം തുടർച്ചയായിട്ട് കിട്ടിയെടുത്ത് പറയാൻ പറ്റാതെ എതിരാളികളെ വായടയ്ക്കാൻ മാത്രം നിൽക്കേണ്ടുന്ന ഒരു സർക്കാരിന്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഗതികേടാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഗതികേടാണ്. സത്യത്തിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടമായാലും ഷാഫി പറമ്പിലായാലും, ഷാഫിയെ തല്ലാനും കൊല്ലാനും പോയത് നമുക്കറിയാലോ, MP ആണ്. പിന്നെ ഇപ്പൊ വി.ഡി. സതീശനെ ആയാലും അതുപോലെ ആരെയായാലും ഇവരെയൊക്കെ ഒതുക്കുകയും അതൊക്കെ പത്രവാർത്തകളാകുകയും അവരുടെ പിന്നാലെ ആൾക്കാർ പോവുകയും അങ്ങനെ തങ്ങളുടെ ഭരണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ തൽക്കാലം തമസ്കരിച്ചുകൊണ്ട് ജനമങ്ങ് കഴിഞ്ഞു പോവുകയും അവസാനം തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേന്ന് കുറെ കിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വോട്ട് വാങ്ങിയെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചില മുടന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വീണ്ടും അധികാരത്തിലേറാമെന്നുള്ളൊരു മോഹം, അതാണ് സത്യത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. സാധാരണ അങ്ങനെ സംഭവിക്കരുത്. ഈ ഭരണ നേട്ടത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തില് വീണ്ടും പുനർജനിയും അല്ലാത്ത ജനിയൊക്കെ ആയിട്ട് ഓരോന്ന് പൊന്തി വരുന്നത്. Different angles. Don't forget to subscribe and support this channel.